ഹലോ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രഞ്ജുവും ഗോവിന്ദും ഗീതും കൂടിയും കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ് കേട്ടോ. ഗീതു ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ കെമയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണാടിയിലൂടെ ബാക്കിലിരിക്കുന്ന രഞ്ജുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. രഞ്ജുവും കണ്ണാടിക്കോടെ ഗീതു നോക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രഞ്ജു ഇങ്ങനെ മനസ്സിൽ പറയാണ്, നിന്റെ നോട്ട് വെച്ചിട്ട് കൂടുന്നുണ്ട്, ശരിയാക്കി തരാം. എന്നിട്ട് ചെറിയ പുഞ്ചിരിയോട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, രാവിലെ തൊട്ട് നീയല്ലേ കോൾ അടിക്കുന്നത്, ഒരു ചാൻസ് ഞാൻ എടുക്കാൻ പോവാന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് രഞ്ജു ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ ഇങ്ങനെ കാണിക്കുവാണ് കേട്ടോ. പെട്ടെന്ന് ഗോവിന്ദ് തിരിഞ്ഞിട്ട് രഞ്ജു എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ഓക്കാനിക്കാൻ വരുന്നു ഗോവിന്ദേട്ടാ, എന്നാൽ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാണ്. സാരമില്ല, എന്തോ വയറ്റി പിടിക്കാത്തതിൻ്റെയാ. ഗീതു അപ്പോൾ ഇതൊക്കെ നോക്കാണ് കേട്ടോ. എന്നിട്ട് ഗീതു ഇങ്ങനെ പറയാണ്, ലക്ഷണം കണ്ടിട്ട് വയറ്റി പിടിക്കാത്തതിൻ്റെ അന്ന് തോന്നുന്നു, ഓക്കാനം മാത്രമാണോ നിനക്കുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രഞ്ജു വീണ്ടും വീണ്ടും ഓക്കാനിക്കാണ്. അപ്പോൾ ഗീതു പറയാണ്, കണ്ണേട്ടാ ഇത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാവാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ രഞ്ജു പറയാണ്, കാറിൻ്റെ പിൻ സീറ്റിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നതിൻ്റെ ഉടനെ മാറിക്കോളും. പെട്ടെന്ന് ഗീതു ബാഗിലിരുന്ന വോമിറ്റിങ്ങിൻ്റെ ഗുളിക എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ ഇത് കഴിച്ചു എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയാണ്, വേണ്ട വേണ്ട, ആവശ്യമില്ലാത്ത ഗുളികൊന്നും എടുത്ത് കഴിക്കണ്ട, ഞാനേ കാറ് നിർത്തി തരാം. വേണ്ട, ഇത് ഉടനെ മാറും ഗോവിന്ദേട്ടാന്നൊക്കെ പറയാൻ കേട്ടോ രഞ്ജു. പാവം ഗീതുവിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഗീതു എന്നിട്ട് പറയാണ്, കണ്ണേട്ടാ എന്നാൽ കാറ് നിർത്തുക, എന്നിട്ട് രഞ്ജു വേണമെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നോട്ടെ. അപ്പോൾ രഞ്ജു പറയാണ്, വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല, ഭർത്താവിനൊപ്പം ഭാര്യയല്ലേ ഇരിക്കേണ്ടത്, അല്ല ഭാര്യയുടെ പെർമിഷനോട് കൂടിയിട്ട് ഫ്രണ്ടിന് ഇരിക്കാമെന്ന് പറയാൻ കേട്ടോ ഗീതു. അപ്പോൾ രഞ്ജു പറയാണ്, വേണ്ട ഇപ്പം നിർത്തണ്ട, അടുത്ത ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി, അതുവരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഗീതു പറയണ, ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് തട്ടുന്നതിന് മുമ്പ് പറയണം കേട്ടോ, അടുത്ത ജംഗ്ഷൻ വരെ ഇവൾക്ക് പിടിച്ച് നിർത്താൻ പറ്റുമോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയാൻ കേട്ടോ ഗീതു. ഇത് കണ്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കാണ് കേട്ടോ ബാക്കിലിരുന്ന് രഞ്ജു. എന്നിട്ട് വീണ്ടും ഓക്കാനിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത ജംഗ്ഷനിൽ കാറ് നിർത്തി ഗോവിന്ദ് പെട്ടെന്ന് രഞ്ജുവിൻ്റെ അടുത്ത് വാ ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് ഇറക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്കത് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജുവിനെ വിളിച്ചൊരു സൈഡിലേക്ക് നിർത്തുവാണ്. അപ്പോൾ ഗീതു പറയാണ്, വയറ് ശുദ്ധിയാവുന്ന രീതിയിലൊന്ന് വോമിറ്റ് ചെയ്തിട്ട് മുൻ സീറ്റിൽ വേണമെങ്കിൽ കയറിയിരുന്നോ. അപ്പോൾ രഞ്ജു പറയാണ്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട, ഞാൻ ഇത്ര വരെ ഉള്ളൂ, അതാ ഞാൻ ജംഗ്ഷൻ കണ്ടിട്ട് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ പോയിക്കോ, ഗീതു ഇരിക്കുന്നിടത്ത് ഞാൻ കയറിയിരുന്നു എന്നുള്ള പരാതി ഇപ്പോഴേ വേണ്ട. അപ്പോൾ ഗോവിന്ദ് പറയാണ്, രഞ്ജുവിനെ എവിടെയൊക്കെ പോകേണ്ടത്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, ഇതുകൊണ്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഗീതു. അപ്പോൾ രഞ്ജു പറയാണ്, ഞാൻ പോകുന്നിടത്ത് ഗോവിന്ദേട്ടൻ എന്തായാലും മനസ്സറിഞ്ഞ് പോവില്ല, നമ്മളെ തമ്മിൽ അകറ്റിയ ശത്രുവിൻ്റെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്, നിങ്ങളെന്തായാലും ഹാപ്പി ആയിട്ട് പൊക്കോന്ന് പറഞ്ഞ് രഞ്ജു അങ്ങനെ നടന്ന് നീങ്ങുവാണ്. ഗോവിന്ദ് അങ്ങനെ രഞ്ജുവിനെ നോക്കി നിന്ന ശേഷം പെട്ടെന്ന് ഇങ്ങനെ കാറിൽ കയറുവാണ് കേട്ടോ. അങ്ങനെ ഗീതും കയറി ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഗീതു പറയണ, ഒരു മിനിറ്റ്, ഞാനിവിടെ ഇറങ്ങാം, എനിക്കും ചിലരെ കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് പറയാണ്, എങ്കിൽ പിന്നെ നീ ഇവിടെ വരുള്ളൂ എന്ന് നേരത്തെ പറയാറുന്നില്ലേ, എന്നാൽ പിന്നെ രഞ്ജുവിനെ എനിക്ക് പോകേണ്ടടുത്ത് വിടാറുന്നല്ലോ, അതിന് അവൾ നിങ്ങളുടെ പൊതുശത്രുവിനെ കാണാൻ പോയതല്ലേ, അത് നീ കൂടെ ഉള്ളതുകൊണ്ടല്ലേ എൻ്റെ കൂടെ യാത്ര ചെയ്യാനേ രഞ്ജുവിന് ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്യേണ്ട, ബോധപൂർവ്വം വരാൻ രഞ്ജു ഇറങ്ങിയെടുത്ത് തന്നെ ഇറങ്ങിയത്, ഞാനേ നേരത്തെ ഇറങ്ങിയായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി കറങ്ങാൻ പോയേനെ, പിന്നെ നിങ്ങൾ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ പിന്നാലെ ടാക്സി പിടിച്ചൊക്കെ വരേണ്ടി വന്നേനെ, നിങ്ങളെങ്ങടെ പോകേണ്ടത് എനിക്കറിയണ്ടേ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നീ അപ്പോൾ ഒന്നാമതൊരു സംശയരോഗി തന്നെ. അപ്പോൾ ഇതിങ്ങനെ പയ്യെ പറയാണ് കേട്ടോ, എൻ്റെ മുതൽ നഷ്ടപ്പെടാതെ ഞാൻ നോക്കണമല്ലോ. എന്നിട്ട് ഗോവിന്ദ് പറയാണ്, നീ എങ്ങോട്ടേക്കും പോകുന്നില്ല, മര്യാദക്ക് കാറി കയറ്. അപ്പോൾ രഞ്ജു പറയാണ്, എന്നോട് ആജ്ഞാപിക്കരുത്, പ്ലീസ് വന്ന് കയറി മോളെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അനുസരണമുള്ള നായനെ പോലെ വന്ന് കയറില്ലേ, അതുകൊണ്ട് അപേക്ഷിക്കുന്നു പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നിന്നോട് അപേക്ഷിക്കാനേ ഞാൻ നായയല്ല, നീ വരാൻ എനിക്ക് ഒറ്റ നിർബന്ധമില്ല, നീ ഇവിടെ തന്നെ നിന്നോ, പോണ വഴി ഞാൻ രഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് പൊക്കോളാം, എന്നിട്ട് ഞാൻ അവൾക്ക് എവിടേക്കൊക്കെ പോകണോ അവിടേക്കൊക്കെ കൊണ്ടുപോകും. അപ്പം ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ നിൽക്കണം കേട്ടോ ഗീതു. എന്നിട്ട് ഗീതു ഇങ്ങനെ പയ്യെ പറയണം, നമ്മുടെ കണ്ണാ അങ്ങനെ പെണ്ണ് ഒഴിവാക്കിയിട്ട് അവളെ കൊണ്ട് കറങ്ങാൻ പോണ്ട, എന്നാൽ പിന്നെ നമുക്ക് ഓഫീസിലേക്ക് പോയി ഞാനും ഉണ്ട് ഇതുപോലെ പെട്ടെന്ന് ചാടി കാറി കയറുവാണ് കേട്ടോ ഗീതു. ഗോവിന്ദൊക്കെ അപ്പോൾ പതുക്കെ ചിരിക്കുവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചെമ്പകശ്ശേരിയിലെത്തുന്ന രഞ്ജുവിനെയാണ് കേട്ടോ. രഞ്ജുവിനെ കണ്ടതും വിജയലക്ഷ്മി സന്തോഷത്തോടെ ഇറങ്ങി വരുവാണ് കേട്ടോ. മോളെ ശിവ, നീ വരുന്ന എനിക്കറിയായിരുന്നു, അതിനു വേണ്ടി അമ്മ കാത്തിരുന്നത്, അകത്തേക്ക് വാ മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖത്തിങ്ങനെ തലോടാണ് കേട്ടോ. പെട്ടെന്ന് കൈയെടുത്ത് മാറ്റിയിട്ട് രഞ്ജു പറയുന്നത്, ഞാൻ നിങ്ങളെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ഈ വീടിനുള്ളിലേക്ക് ഞാൻ ഒരിക്കലും കാല് കുത്തില്ല, ഇവിടെ നിന്നല്ല നിങ്ങൾ താമസിക്കുന്ന ഒരിടത്തേക്കും ഈ ശിവരഞ്ജനിയെ പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ. അപ്പോൾ സങ്കടത്തോടെ വിളിക്കുകയാണ്, മോളെ എന്നൊക്കെ വിളിക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്നെ അങ്ങോട്ട് വിളിക്കേണ്ട, പുതിയ പുത്രിയെ മാനസപുത്രിയായിട്ട് ദത്തെടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ അവളെ പോയി വിളിച്ചാൽ മതി. എന്തിനാ ശിവ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഭരണിയല്ലാത്ത പെരുമാറുന്നത് നിങ്ങളാ എന്നോട്, എന്നും നിങ്ങൾ എന്നെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്, ഇല്ലാത്ത ഏതോ കള്ളക്കഥ പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ കല്യാണം വരെ മുടക്കിയില്ലേ. ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ വിജയലക്ഷ്മി. നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെൻ്റെ പിന്നാലെ വന്ന് വേട്ടയാടുക. ഇല്ല മോളെ, നിന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും അതിന് ശ്രമിക്കില്ല. എന്നിട്ടാണോ നിങ്ങൾ എന്നെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നിങ്ങൾ എന്നെ ഇന്നലെ പുറത്താക്കിയത്? ഞാൻ പുറത്താകാൻ കാരണം നിങ്ങളാ, ഹൗസ് ഓണറോട് നിങ്ങൾ പറഞ്ഞിട്ട് കാണും എന്നെ പറഞ്ഞു വിടാൻ.
അപ്പോൾ വിജയലക്ഷ്മി പറയാണ്, മോളെ നീ പറയുന്ന ഹൗസ് ഓണർ ആരാണെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ കള്ളം പറയണ്ട. നിങ്ങൾ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. എൻ്റെ പിന്നാലെ നടന്ന് നിങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയാണ് കേട്ടോ രഞ്ജിനി. ഇതൊക്കെ കേട്ട് സഹിക്കാനാവാതെ കരയാണ് വിജയലക്ഷ്മി. പ്ലീസ് ഇങ്ങനെയൊന്നും പറയല്ലേ, അമ്മയ്ക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. നിങ്ങൾ ഇനി കൂടുതലൊന്നും പറയണ്ട. അപ്പോൾ വിജയലക്ഷ്മി പറയണം, ഇല്ല എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. മോളെ നീ പറഞ്ഞതൊന്നും എനിക്ക് യാതൊരു മനസ്സറിവും ഇല്ല മോളെ. നോക്ക്, ഈ ചെമ്പകശ്ശേരി തറവാട് നിൻ്റെതാ. നിനക്ക് ഇവിടെ താമസിക്കാം. നോക്ക്, എന്നെ നിനക്ക് വെറുപ്പാണെങ്കിൽ ഞാൻ മാറിത്തരാം നിനക്ക്. ഈ വീട് നിനക്ക് അവകാശപ്പെട്ടതാ. രഞ്ജു പറയാണ്, ഔദാര്യം എനിക്ക് വേണ്ട. ചെമ്പകശ്ശേരിയേക്കാൾ എനിക്ക് അവകാശമുള്ള മറ്റൊരിടത്ത് തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവളെന്തേ പറയുന്നത്? ഉർവശിശപ്പം ഉപകാരസ്മരണ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്നെ താമസിക്കുന്നിടത്ത് പുറത്താക്കിയത് എന്തായാലും നന്നായി. ഞാനിപ്പോൾ താമസിക്കുന്നതേ അറക്കൽ കുടുംബത്തിലാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ വിജയലക്ഷ്മി. ഞാനൊരിക്കൽ ചെന്ന് കയറേണ്ട സ്ഥലത്തേക്ക് ഗോവിന്ദേട്ടൻ തന്നെ എന്നെ കൈ പിടിച്ച് കയറ്റി. വലതുകാലം വെച്ച് തന്നെ ഞാൻ അവിടെ കയറി. ഇനി ഒരിക്കലും ഗോവിന്ദേട്ടനിൽ നിന്ന് എന്നെ പിരിക്കാൻ നിങ്ങൾക്കൊന്നുമില്ല, ആർക്കും കഴിയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ രഞ്ജു. ഇതൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് വിജയലക്ഷ്മി. എന്നിട്ട് രഞ്ജു അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. മോളെ ശിവാന്ന് പുറകെ വിളിക്കുന്നുണ്ട്, പക്ഷേ അവൾ തിരിഞ്ഞൊന്നും നോക്കുന്നില്ല കേട്ടോ. പോവല്ലേ പോവല്ലേ എന്നൊക്കെ വിജയലക്ഷ്മി പറയാണ് കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് വിജയലക്ഷ്മി ഇതിനകത്തേക്ക് കയറി പോവാണ്. ശേഷം കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദിനെയാണ് കേട്ടോ. ഗീതു ഇങ്ങനെ പറയാണ്, ഫ്രണ്ടിൻ്റെ കൂടെ പോകാത്തതിൻ്റെ ഒരു നിരാശ നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ടല്ലോ, വേണ്ടാതിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിന്നെ ഇവിടെ ഇറക്കി വിടുന്നു പറയാണ്. അപ്പോൾ വിജയലക്ഷ്മിയുടെ കോൾ വരാണ് കേട്ടോ ഗീതുവിന്. അപ്പോൾ ഗീതു ഇങ്ങനെ പെട്ടെന്ന് ഫോൺ കട്ടാകാണ്. ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല. വിജയലക്ഷ്മി അപ്പോൾ വിചാരിക്കുകയാണ്, ഗീതു എന്താ ഫോൺ എടുക്കാത്തത്? അതോ ശിവരഞ്ജിനി അറക്കല താമസിച്ചതിൻ്റെ ദേഷ്യമാണോ? ഗീതുവിന് അറിയില്ലല്ലോ ശിവരഞ്ജിനി ആരാണെന്ന്. പിന്നെ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഇനി അറക്കൽ അവൾ ചെന്നതോടെ എന്ത് സംഭവിച്ചതെന്ന് എങ്ങനെ ഞാൻ അറിയും? ഇതൊക്കെ എന്തായി ഫോണൊന്നും എടുത്താലെന്ന് പറഞ്ഞ് പിന്നെയും വിളിക്കണം കേട്ടോ ഗീതുവിനെ. കോള് വരുന്നത് കണ്ടിട്ട് ഗോവിന്ദ് ഗീതുവിനോട് പറയാണ്, എത്ര നേരമായിട്ട് വിളിക്കുന്നത്? എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഗീതു പറയുന്നത് ഇത് അത്ര അത്യാവശ്യമൊന്നും ഉള്ളതെന്നല്ല എന്ന് പറഞ്ഞ് പിന്നെയും കട്ട് ചെയ്യാണ് കേട്ടോ. വിജയലക്ഷ്മി എന്നിട്ട് ഓരോന്നൊക്കെ ചിന്തിച്ച് കൂട്ടുവാണ്. ഗീതു ഇനി എന്നെ ഒഴിവാക്കാണോ? ശിവ ആരാണെന്നുള്ള സത്യം ഗീതു അറിഞ്ഞു കാണോ? എല്ലാം മറച്ചു വെച്ചതിന് അവൾക്ക് എന്നോട് ദേഷ്യമായി കാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുവാണ് കേട്ടോ. എന്നാൽ ദേവിയുടെ മുമ്പിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദേവി ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ വിട്ട് പോവാണോ? വീണ്ടും ഞാൻ തനിച്ചാവാണോ? അല്ല, നീ ഇവിടെ ഉള്ളപ്പോൾ ഞാനെങ്ങനെ തനിച്ചാവുന്നത് അല്ലേ? അന്നും ഇന്നും എന്നും എൻ്റെ കൂടെയുള്ളത് നീയല്ലേ? ഇങ്ങനെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് വിജയലക്ഷ്മി. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഓഫീസ് ക്യാബിനിലേക്ക് കയറി വരുന്ന ഗീതുവിനെയാണ് കേട്ടോ. കസേരയിലിരുന്നിട്ട് വിജയലക്ഷ്മി തന്നെ വിളിച്ച കാര്യമൊക്കെ ഗീതു ആലോചിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് വിജയലക്ഷ്മിയെ വിളിക്കാൻ തുടങ്ങുമ്പോൾ കിഷോറും അവർണികയും ഓഫീസ് ക്യാബിനിലേക്ക് വരുവാണ് കേട്ടോ. എന്നിട്ട് അവർണിക ഗീതുവിനോട് പറയാണ്, ഇന്നലെ ഞങ്ങൾ ചില വിഷ്വൽസ് ഗീതാഞ്ജലിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ശത്രുക്കൾക്കെതിരെ ഗീതാഞ്ജലിക്ക് ഉപയോഗിക്കാവുന്ന തെളിവുകളാണ്. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ട് ഞാനൊന്നും നോക്കാൻ പറ്റിയില്ല. വേഗം നോക്ക്, താമസിക്കുന്നത് അപകടമാണെന്ന് പറയാൻ കേട്ടോ കിഷോർ. അപ്പോൾ ഗീത ചോദിക്കണേ, കിഷോറിന് എന്താ ഇത്ര ഉൾക്കണ്ട? മേഡം സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെ അപ്പോഴത്തെ ശത്രുക്കളെന്ന് പറയാണ് കിഷോർ. മേഡത്തിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഗോവിന്ദ് സാറിൻ്റെ ബ്രദർ വരുണാണ്. അപ്പോൾ തന്നെ ആ തെളിവുകൾ കണ്ടതിന് ശേഷം വരുണിനെതിരെ നടപടികൾ സ്വീകരിക്കണം ഗീതാഞ്ജലി എന്ന് പറയാൻ കേട്ടോ അവർണിക. എന്നിട്ട് ഗീത ഇങ്ങനെ പതുക്കെ ഫോൺ എടുത്തിട്ട് അവരയച്ച വിഷ്വൽസൊക്കെ പരിശോധിക്കുകയാണ് കേട്ടോ. വിഷ്വൽസ് എല്ലാം കണ്ടിട്ട് ഗീതിൻ്റെ മുഖത്ത് നല്ല ഭാവവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഗീത ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് ഇരിക്കും പോലെയാണ് ഓഫീസ് ക്യാബിനിൽ ഇരിക്കുന്നത്. ഗീതുവിൻ്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കിഷോർ. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ മനസ്സിലായില്ലേ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്ന്? അത് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തതെന്ന് പറയാൻ കേട്ടോ കിഷോർ. അപ്പോൾ അവർണിക പറയാണ്, ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇത് ഗോവിന്ദ് സാറിനെ കാണിക്കുക, വരുണിനെതിരെ നടപടി എടുക്കുക. അയാളെ പോലീസിൽ ഏൽപ്പിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണെന്നൊക്കെ പറയാണ്. ഈ തെളിവുകൾ പ്രയോജനമില്ലാതെ പോവരുത്. നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒഴിവാക്കുന്നതോടൊപ്പം ഈ സ്ഥാപനവും രക്ഷപ്പെടുന്നൊക്കെ പറയാണ് കേട്ടോ കിഷോർ. ഇതൊക്കെ കേട്ട് ഗീത ഇങ്ങനെ സംശയത്തോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവർണിക പറയാണ്, ഇപ്പോൾ മനസ്സിലായില്ലേ ജോലിയോടും ഈ സ്ഥാപനത്തോടുള്ള കിച്ചുവിൻ്റെ സിൻസിയറിറ്റി ഗീതാഞ്ജലിക്ക്? ഇത് കേട്ട് ഗീതു ഇങ്ങനെ കിഷോറിനെ തന്നെ തുറച്ച് നോക്കണം കേട്ടോ. അങ്ങനെ എപ്പിസോഡ് തീരുവാണ്.